ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 മകരമാസം 26 തീയതി, അതായത് 2017 ഫെബ്രുവരി മാസം 8 തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 13 നാഴിക തിരുവാതിരയും ബാക്കി പുണർദവുമാണ്. നമ്മൾ ഇന്ന് വൃശ്ചികം രാശിക്കാർക്ക് ഈ ശനിയുടെ മാറ്റം എങ്ങനെയാണ്, അനുകൂലമാണോ പ്രതികൂലമാണോ, അങ്ങനെയാണെങ്കിൽ തന്നെ ഏതെല്ലാം തരത്തിലാണ് നിർദ്ദേശ പരിഹാരങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായം പ്രതിപാദിക്കുന്നത്. തീർച്ചയായും ഇത് നമുക്ക് ഉപദേശിച്ചു തരുവാനായി നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ജ്യോതിഷ പണ്ഡിതൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ശനിയുടെ വൃശ്ചികം രാശി. അതെ, വൃശ്ചികം രാശി എന്ന് പറയുന്ന 2 നക്ഷത്രം, വിശാഖ നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 15 നാഴിക, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, ഇവ 2 നക്ഷത്രങ്ങൾ ചേർന്ന രാശി സമൂഹമാണ് വൃശ്ചിക രാശിയിൽ അടങ്ങിയിരിക്കുന്നത്. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ 5 വർഷമായി ഏഴരാണ്ടൻ ശനിയുടെ കാലഘട്ടവും പ്രത്യേകിച്ച് 2.5 കൊല്ലമായി ജന്മശനി എന്ന് പറയുന്ന അതികഠിനമായ ദോഷവും ആയിരുന്നു. എന്നാൽ അതിൽ നിന്ന് ആ ഏഴരാണ്ടൻ ശനിയുടെ കാഠിന്യങ്ങൾ ലഘൂകരിപ്പിക്കുകയും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാജഗ്രഹം ലാഭമോഹ സ്ഥാനത്ത് നിൽക്കുന്നതിന് പരിപൂർണമായ തടസ്സങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എൻ്റേതായ തടസ്സങ്ങൾ വേണ്ട, ആഗ്രഹങ്ങൾ നടന്നോട്ടെ, അല്ലെങ്കിൽ എൻ്റേതായ വിഘ്നങ്ങൾ വേണ്ട, ആഗ്രഹങ്ങൾ നടന്നോട്ടെ, ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ ദുരിതാധിപനായിരിക്കുന്ന ശനി വീണ്ടും ധനസ്ഥാനത്തേക്ക്, പ്രത്യേകിച്ച് ധനു രാശിയിലേക്ക്, വൃശ്ചികൻ രാശിക്കാർക്ക് വൃശ്ചികം ധനു 2ാം ഭാവത്തിലേക്ക് ശനി വീണ്ടും ഏഴര ശനിയായി ലഘൂകരിക്കപ്പെട്ടു. അതായത് വൻ കടബാധ്യതകൾ ഉണ്ടായിരുന്നവർക്ക് ആ ബാധ്യതകൾ കുറയാനായിട്ടുള്ള ഒരു വേദി ഉണ്ടാകുന്നു. ബിസിനസ്സുകളൊക്കെ നടത്തി വലിയ രീതിയിൽ ക്ഷീണം സംഭവിച്ചവർക്ക് അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവേണ്ട കാലഘട്ടങ്ങളായി. ഉദ്യോഗ സംബന്ധമായും മറ്റും പ്രവേശിച്ചിരുന്നവർക്ക് അത് അവരുടെ അധികാരവും പദവിയും മുഴുവൻ ഉപയോഗിക്കാൻ സാധ്യമല്ലാതെ ഇരിക്കുകയായിരുന്നു. ആ അധികാരം മുഴുവൻ വിനിയോഗിക്കാനുള്ള ഒരു യോഗം തുടങ്ങിയിരിക്കുന്നു. അഭ്യസ്ത വിദ്യർക്ക് താൽക്കാലിക അടിസ്ഥാനമെങ്കിലും ഉദ്യോഗം കിട്ടുകയും അവ 2.5 കൊല്ലത്തിന് ശേഷം സ്ഥിരീകരിക്കുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. 2.5 കൊല്ലം എന്ന് പറഞ്ഞാൽ മുഴുവൻ 2.5 കൊല്ലം വേണ്ട, 2 വർഷം കഴിഞ്ഞാൽ ജോലി സ്ഥിരത ഉണ്ടാകുവാനും പ്രമോഷൻ മുതലായവ കാക്ഷിക്കുന്നവർക്ക് നിലവിലുണ്ടായിരുന്ന നിയമ തടസ്സങ്ങൾ ഇവയെല്ലാം മാറി വേണമെങ്കിൽ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ താൽക്കാലികപരമായിട്ട് പ്രമോഷൻ ലിസ്റ്റിൽ പെടാനും പ്രമോഷൻ കൊടുക്കാം എന്നുള്ള ഉത്തരവുകളൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യതകൾ, നിയമപരമായ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ വരാനുള്ള സാധ്യതകൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, പ്രമോഷൻ, അതുപോലെ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗങ്ങൾ. അപ്പോൾ സർവേശ്വരകാരകനായിരുന്ന വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്ന ആ ഗുണഫലങ്ങൾ മുഴുവൻ ലഭ്യമാവാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും പരിപൂർണമായി ഏഴരശനി തീർന്നിട്ടില്ല. ഇനി അതിന് 2.5 കൊല്ലം കൂടിയുണ്ട്. എങ്കിലും എള്ളിലെ വാരം മുതലേ കിട്ടി എന്ന് പറഞ്ഞ മാതിരി നമുക്ക് സങ്കടം ഉണ്ടായിരുന്ന കുടുംബ, സാമ്പത്തിക, തൊഴിൽ, കേസ്, ശത്രു, അതുപോലെ പ്രതിസന്ധി, പ്രയാസ, രോഗ ദുരിതങ്ങളിൽ നിന്ന്, രോഗങ്ങളാണെങ്കിൽ തന്നെയും 80% മാറാനുള്ള സാധ്യതകൾ ഒക്കെ ഈ രാശിക്കാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠന തടസ്സം മാറി വീണ്ടും പഠിത്ത മുന്നേറ്റം വരുവാനുള്ള യോഗങ്ങളും. എങ്കിലും ഒരു 2-2.5 കൊല്ലം കൊണ്ടേ ഈ ഇപ്പോൾ സംജാതമാവുന്ന ആ കാര്യാദികൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കത്തുള്ളൂ. വളരെയധികം തീർത്ഥാടന യാത്രകൾ, പ്രത്യേകിച്ച് വിശിഷ്യ ദേവാലയ ദർശന യോഗം, പേരും പെരുമയുമുള്ള ദേവാലയ ദർശനങ്ങളിൽ പോകുവാനോ, തീർത്ഥയാത്ര, ഉല്ലാസയാത്ര, മംഗളയാത്ര, മംഗല്യയാത്ര, വിനോദയാത്ര എന്നിത്യാദികൾക്കൊക്കെ പങ്കെടുക്കുവാനും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യക്കുറകളൊക്കെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. നല്ല നല്ല ഇതൊക്കെ വേണമെങ്കിൽ അടിക്കാൻ സാധ്യതയുണ്ട്. ജാതകത്തിലും കൂടി ആ യോഗം ഉണ്ടെങ്കിൽ ഈ പീരീഡിൽ അത് ലഭിക്കും എന്നർത്ഥം.
ജാതകത്തിൽ യോഗമില്ലെങ്കിൽ അംശമായിട്ടെങ്കിലും ചെറിയ തോതിലെങ്കിലുമൊക്കെ സാമ്പത്തിക ഭദ്രതയുണ്ടാവും. പുതിയ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത, പെരയൊക്കെ പുതുക്കാനായിട്ടുള്ളവർക്ക് അതിൻ്റെ സാധ്യത, പുതിയ പെരയിൽ താമസിക്കണമെന്ന് മോഹമുള്ളവർക്ക് അതിനുള്ള സാധ്യത, നീണ്ട 5 കൊല്ലമായിട്ടിരുന്ന ദുരവസ്ഥകൾക്ക് ഒരു മോചനം, സർവോപരി എല്ലാത്തിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, ക്ലേശങ്ങളിൽ നിന്നും, നിയമപ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് വാഗ്ദാനങ്ങൾ ഈ സമയങ്ങളിൽ നിയമവശാൽ, വ്യക്തിവശാൽ, സാമൂഹ്യവശാൽ, കുടുംബ പശ്ചാത്തലത്തിൽ, അല്ലാതെ തന്നെ ദൈവീകപരമായി ഒക്കെ കൃത്യമായ ഒരു അറിവുകൾ, അല്ല ഒരു മാർഗനിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അനുഭവങ്ങൾ, അതിനുള്ള സൂചനകൾ, ഇവയെല്ലാം ലഭിക്കാനുള്ള ഒരു സാധ്യതകൾ തുടങ്ങിക്കഴിഞ്ഞു. ജനുവരി 26 മുതൽ അടുത്ത ആഗസ്റ്റ് സെപ്റ്റംബറിനകത്തായിട്ട് പല ഗുണാനുഭവങ്ങളും കണ്ടു തുടങ്ങും. ദുഃഖാനുഭവങ്ങളിൽ നിന്ന് മോചനമുണ്ടാവട്ടെ, നല്ലതിലേക്ക് കാൽ വെക്കട്ടെ, വെച്ച കാലുകൾ ഐശ്വര്യമാവട്ടെ, തൊട്ടതെല്ലാം പൊന്നാവട്ടെ, ദുഃഖമോചനമുണ്ടാവട്ടെ. ഇത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഈ നക്ഷത്ര സമൂഹത്തിൽപ്പെട്ട 1 വയസ്സ് മുതൽ അങ്ങ് ലോകവാസത്തിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവർക്ക് വരെ ഈ നക്ഷത്രക്കാർക്ക് ഇതെല്ലാം ബാധകമാണ്. അംശാംശമായിട്ട് മാത്രം മാറ്റുന്നു. ഓരോ കാലം ഭേദം അനുസരിച്ച്, പ്രായം, ഇടപെടുന്ന രീതി അനുസരിച്ചൊക്കെ വ്യത്യാസം വരും എന്നുള്ളതിനേക്കാൾ ശരാശരി ഇവയെല്ലാം ഒത്തിരിക്കും. കൂടുതൽ ദൈവാനുഗ്രഹം വരുത്തുക. ശനിയാഴ്ച ദിവസം വീണ്ടും ഒരിക്കലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരത് കണ്ടിന്യൂ ചെയ്യുക. നിർത്തേണ്ട സമയങ്ങൾ ആയിട്ടില്ല. നീരാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം. ഇപ്രകാരം ഉള്ള ശനി സ്തോത്രങ്ങളെ കൊണ്ട് ശനിപത്മ പൂജകളോ ശനിപത്മ പുഷ്പാർച്ചനകളോ ശനിദേവന് നെയ്വിളക്കുകളോ നീരാഞ്ജനം മുതലായ വഴിപാടുകളും കാരുണ്യപ്രവർത്തനങ്ങൾ, പുണ്യപ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ എന്നിവ ശനിയാഴ്ച തോറും ഒരിക്കലെടുത്ത് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ഏതായാലും 180% ശനി കാഠിന്യങ്ങൾ മാറി സഹായികൾ രംഗത്ത്, സഹായങ്ങൾ വെളിപ്പുറത്ത്, അഭീഷ്ട കാര്യങ്ങൾ 1 by 1 ആയിട്ട് നടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം